ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടിപൊളി എപ്പിസോഡ്സ് കണ്ടിന്യൂ ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റാണ് ഗൈസ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി നമ്മുടെ അല്ല, നമ്മൾ പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ താമസിക്കുന്നു എന്ന് മാത്രമുള്ളൂ. നമ്മുടെ പുതിയ ബോസ് ആക്ച്വലി നമ്മുടെ സിറ്റിയിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അവർ വൈസിറ്റിയിലാണോ ഉള്ളത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഇത്തിരി താമസമുണ്ട്. പക്ഷേ ഉടനെ എത്തും. പക്ഷേ ഇതൊരു കിടിലൻ പെൻ്റ് ഹൗസ് അപ്പാർട്ട്മെൻറ്റാണ് ഗൈസ്. ഏറ്റവും നല്ല സ്പോട്ടിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. നമ്മുടെ വണ്ടി താഴെ കിടക്കുന്നുണ്ട്. നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഇനി പുതിയൊരു ഷോറൂംസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ഷോറൂം മാത്രമല്ല, ഈ ഷോറൂമിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ റൂഫ് ടോപ്പിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്ത്, എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി ഇവിടെ നിന്ന് റീബിൽഡ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇവിടെ നിന്ന് മെയിൻ വീഡിയോസ് 40-50 മിനിറ്റ്സ് ഉള്ള വീഡിയോസൊക്കെ ഇതിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, എൻ്റെ പേജ് ഉണ്ടായിൽ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീടെന്ന് വെച്ചാൽ അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ജസ്റ്റ് താഴോട്ട് പോവാം. താഴെയാണ് നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്ക് ഇവിടെ പേഴ്സണൽ ഗറാജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതെന്തായാലും ഒരു അടിപൊളി സംഭവമാണ്. ഇതിനായിട്ട് ലെസ്റ്ററിനെ ഒന്ന് കാണാൻ പോകണം. വേറൊരു സംഭവം, ലെസ്റ്റർ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പോയി പിടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്കിവിടെ പൂൾ ആക്ച്വലി നമുക്കില്ല ഗൈസ്. നമുക്കൊരു പൂളില്ല. ഞാൻ വിളിച്ച പൂൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷേ പൂളില്ല. നമുക്ക് എന്തായാലും താഴോട്ട് പോകാം. പിന്നെ ഇവിടെ വെറുതെ ഒരു ജക്കുസി ഉണ്ട്, പക്ഷേ അത് തുറന്നിട്ടും കൂടിയില്ല. അപ്പോൾ നമുക്ക് പൂളിപ്പോൾ കറണ്ടില്ല ഗൈസ്. നമുക്ക് നേരെ താഴോട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് എലിവേറ്റർ ഇറങ്ങി താഴോട്ട് പോകാം. എലിവേറ്ററിൻ്റെ ജസ്റ്റ് ഡോറ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മാൻഷൻ ഗൈസ്. നമുക്ക് ഡ്രസ്സ് മാറാനോ പരിപാടികളോ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് താഴോട്ട് പോവാം. ട്രെവർ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ട്രെവർ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ട്രെവറിനെയും പിക്ക് ചെയ്തിട്ട്, ട്രെവർ താഴെ തന്നെയുണ്ട്. പുള്ളി വണ്ടി ഓൾറെഡി ഗറാജിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ ഗറാജിലോട്ട് പോവാം. ഓക്കെ, ഈ ഡോർ എന്താണ് ഞാൻ നോക്കിയില്ലായിരുന്നു. ഇത് റൂമിലോട്ടുള്ള ഡോസാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും പുറത്തോട്ട് പോവാം. ഇവിടുന്ന് വ്യൂ രക്ഷയില്ല ഗൈസ്. എല്ലാം സെറ്റപ്പ് വ്യൂ ആണ്. നമുക്ക് എന്തായാലും പുറത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ താഴോട്ട് നേരെ ഗറാജിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഗറാജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഗറാജാണ്. പക്ഷേ നമുക്ക് ആക്കോടി ഇപ്പം നമ്മുടെ ഹിമാലയനും ഉണ്ട്, നമ്മുടെ GTR ഉണ്ട്. പിന്നെ എനിക്ക് വേണം ഗൈസ്, ഇത് ട്രെവറിൻ്റെ വണ്ടിയാണ്. ഒരു BMW M4 ആണ് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഫുള്ള് പണിതൊക്കെ ഇട്ടേക്കുന്ന വണ്ടി. ജസ്റ്റ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കിയേക്കാം. ഇതെന്തായാലും കാണാൻ ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. എൻ്റെ മോൻ, ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും കൊള്ളാം. നമുക്കത് ഈ വണ്ടി എടുക്കണ്ട, നമുക്ക് നമ്മുടെ GTR തന്നെ എടുത്ത് ഇറങ്ങാം. നേരെ ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോകാനുണ്ട്. GTR എടുക്കണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് GTR എടുത്തേ ഗൈസ്. ബിക്കോസ് തിരിച്ചു പോയത് നമ്മൾ വേറൊരു വണ്ടി ഓടിച്ചിട്ടായിരിക്കും. അപ്പോഴേക്കും ട്രെവർ ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ വണ്ടി ഇറക്കിയേക്കാം. ഓക്കെ അപ്പോൾ ട്രെവർ ഇവിടെ തന്നെ നിൽക്കണല്ലോ. ട്രെവർ കയറിക്കോ. ഓക്കെ അപ്പോൾ ട്രെവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെസ്റ്ററിനെ കാണാൻ വേണ്ടി ലെസ്റ്ററിൻ്റെ ഓഫീസിലോട്ടാണ് ഗൈസ് നേരെ പോകാൻ പോണത്. അപ്പോൾ ലെസ്റ്റർ അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ലെസ്റ്ററിനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം ഗൈസ്. നമുക്ക് ഒട്ടും വഹിക്കേണ്ട, നേരെ ലെസ്റ്ററിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ലെസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലെസ്റ്റർ അങ്ങോട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രെവറും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എന്താണ് ലെസ്റ്ററിൻ്റെ അടുത്ത പ്ലാൻ നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ മിഷൻസും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ബോസ് വന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് ലെസ്റ്റർ ഇപ്പോൾ വിളിക്കുന്നത്. ഓ ഗൈസ്, അപ്പോൾ ഇതാണ് ലെസ്റ്റർ എന്ന ലൊക്കേഷൻ ഉണ്ട് ഗൈസ്. പക്ഷെ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കാം. വലിയ വിഷയമില്ലെന്ന് പറഞ്ഞു. ലെസ്റ്ററിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഓ ഗൈസ്, അപ്പോൾ ഇതാണ് ലെസ്റ്ററിൻ്റെ പുതിയ വണ്ടി. ഇതൊരു റോൾസ് റോയ്സ് സ്പെക്ടർ എന്ന് പറഞ്ഞ മോഡലാണ് ഗൈസ്. ഇത് ഫുള്ളി ഇലക്ട്രിക് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. കോപ്സ് വലിയ സീനില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് എന്തോ കാര്യത്തിന് വല്ലതും വന്നതായിരിക്കും. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കിയേക്കാം. ഇത് ലെസ്റ്ററിൻ്റെ ആക്ച്വലി ഒരു ചെറിയൊരു ബിസിനസ് സെറ്റപ്പാണ്. ഒരു ലോണ്ട്രി ബിസിനസ്സാണ്. മണി ലോണ്ടറിങ് ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തുണി തയ്യൽ, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്റർ ഈ മുറിയിൽ മിക്കവാറുണ്ട്. ഓക്കെ ഗൈസ്, ലെസ്റ്റർ ഇല്ല. അപ്പോൾ ഈ വഴിയായിരിക്കും കയറാം. ഓക്കെ ഗൈസ്, ലെസ്റ്റർ ഉണ്ട്. അപ്പോൾ ലെസ്റ്റർ അപ്പോൾ എന്താണ് പരിപാടി? അപ്പോൾ ഗൈസ്, ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബെന്നിയുടെ പഴയ ഷോറൂം ഉണ്ടല്ലോ ഗൈസ്, ബെന്നിയുടെ പഴയ ഗറാജ്. അപ്പോൾ ബെന്നി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ബെന്നിയെ നമ്മൾ തിരിച്ച് കൊണ്ടുവരാനുള്ളൊരു പരിപാടിയിലും കൂടിയാണ് ഗൈസ്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായിട്ട് ബെന്നിയുടെ ഗറാജ് ഇപ്പോൾ വേറെ ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ആക്ച്വലി ബാലസ് ഗ്യാങ് ഫുള്ളായിട്ട് ടേക്ക് ഓവർ ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇപ്പോൾ കോപ്സാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നത്. അപ്പോൾ ലെസ്റ്റൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് അവിടെ ഒരു പുതിയ ഒരു ഇന്ത്യൻ കാർ വന്നിട്ടുണ്ടെന്നാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അറ്റാക്കൊന്നും ചെയ്യണ്ട, പക്ഷേ ഇൻ കേസ് അവിടെ വണ്ടി ഉണ്ടെങ്കിൽ അത് പൊക്കിക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബെന്നിയുടെ പഴയ ഗറാജിൻ്റെ അങ്ങോട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ അവിടെ എന്തോ പരിപാടി ഉണ്ട്, നമുക്ക് കിട്ടിയ ന്യൂസ് അതാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് വന്നേക്കാം. എൻ്റെ മോനെ ഒന്നും പറ്റിയില്ല, ചെറിയൊരു വീഴ്ച ഇരുന്നാൽ വീണത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നെറ്റിന്ന് ചോരയൊന്നും ഇല്ല. അപ്പോൾ വലിയ പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഡ്രൈവറെ വണ്ടി കയറിക്കോ. അപ്പോൾ പോലീസുകാരൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചോർത്തിയൊക്കെ തരുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നന്നായി. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ റൈറ്റ് എടുത്ത് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. നേരെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗറാജിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ പഴയ ഗറാജിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലെസ്റ്ററാണ് നമുക്ക് ഇൻഫർമേഷൻ, ലെസ്റ്ററിൻ്റെ ഏതൊരു പോലീസുകാരനാണ് ഇൻഫർമേഷൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അവിടെ ഒരു മഹീന്ദ്ര BE6 കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് നിങ്ങൾക്ക് അറിയില്ല, പുതിയൊരു ഇന്ത്യൻ കാറാണ്. ഇപ്പോൾ നമ്മുടെ റോഡിലൊക്കെ ഫുള്ള് കാണാൻ പറ്റിയൊരു കിടിലൻ ഇലക്ട്രിക് വെഹിക്കിളാണ്. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഷോറൂം തുറക്കുമ്പോഴേക്ക് നമുക്ക് അത് ഇറക്കാൻ പറ്റണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ നമുക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബെന്നിയുടെ പഴയ ഗറാജിൻ്റെ ഏരിയ. അത് ഫുള്ള് ബാലസ് ഗ്യാങ് കയറിയേക്കുവാണ്. അപ്പോൾ ഈ വഴി നമ്മൾ ഡയറക്റ്റ് കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബിക്കോസ് ഇൻ കേസ് അവിടെ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പണി പാളും. ബിക്കോസ് വെറുതെ അടി കൊടുത്തിട്ട് പോകേണ്ടി വരും. പിന്നെ നമുക്ക് അവന്മാർ പിന്നെ നമ്മളെ വിടത്തില്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മളെ വിടത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഗുണം കിട്ടാണ്ട് നമ്മൾ ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കയറി നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് മൗണ്ടൻസ് അല്ലല്ലോ, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് ഇവിടെ കയറാൻ പറ്റില്ല. നമുക്ക് അപ്പുറത്തെ ബിൽഡിങ് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നും ഒരു കോണിപ്പടി പോലും ഇല്ല. കോണിപ്പടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കിടക്കാം. നമുക്ക് ഈ വണ്ടിയിൽ ഒതുക്കി അങ്ങോട്ട് ഇട്ടേക്കാം. ഇവിടെ ലെസ്റ്റർ ഡ്രൈവറെ പണി കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്തിട്ട് പോയിക്കോളാം കേട്ടോ. ഈ വണ്ടി നമ്മുടെ മെയിൻ വണ്ടിയാണ്, ആ കൂടി ഈ വണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഓഫ് ചെയ്തില്ല എൻ്റെ പൊന്ന്. ബെസ്റ്റ്, എനിക്ക് ഈ വണ്ടിയിൽ ഒതുക്കിയിട്ടേക്കാം, ഇവിടെ ഒതുക്കിയിട്ടേക്കാം, അതാണ് നല്ലത്. ബിക്കോസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാന്നുള്ളൊരു വകുപ്പ് കൂടിയാണ് ഈ വണ്ടി. അപ്പോൾ പിന്നെ ആ കൂടെ ഉള്ളൊരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇത് കളയാൻ പറ്റില്ല. ഡ്രൈവർ ആ വഴിയൊക്കെ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി ജസ്റ്റ് നോക്കിയിട്ട് വരാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ലെസ്റ്റർ തന്ന ഇൻഫർമേഷൻ പ്രകാരം ഇവിടെ അത്യാവശ്യം ഗാർഡ്സ് ഉണ്ടെന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ. ഓക്കെ, ഇവിടെ ഒന്നും ആരെയും കാണാനില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെയൊക്കെ ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നെങ്ങനെയെങ്കിലും നമുക്കൊന്ന് അറിയണം, അല്ലാണ്ട് നമുക്ക് കയറി അറ്റാക്ക് ചെയ്യാനും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ആ ബിൽഡിങ്ങിലോട്ടൊന്ന് കയറാൻ പറ്റും നോക്കിയിട്ട് വരട്ടെ ഗൈസ്, പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം നമുക്ക്. ബിക്കോസ് ഇവിടുന്ന് ഗാർഡ്സ് എന്തായാലും താഴെയുണ്ട്. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ, ഞാൻ എന്തായാലും കൊള്ളാം. അയാളെന്താണോ ചെയ്യാൻ പോണത്? ഓക്കെ, പുള്ളി മാനിയാണ് കേട്ടോ, നമ്മളെക്കാളും ബെറ്ററാണ് പുള്ളി എന്തായാലും. ഓക്കെ, പെട്ടെന്ന് കയറും സമയങ്ങളല്ലേ. ഇയാൾ ഭയങ്കര സ്ലോ ആണല്ലോ. ഓക്കെ, നമുക്ക് റൈറ്റിലിട്ട് കയറി പോവാം. ലെഫ്റ്റിൽ നോക്കിയിട്ട് എൻ്റെ പൊന്ന്. ഓക്കെ, ഇവിടെ ഒന്നൊരു ലാഡറോ ഒന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി അല്ല ഗൈസ്, നമുക്ക് അങ്ങോട്ട് കയറി അടിച്ചേക്കാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ കിടക്കുകയാണെങ്കിൽ വണ്ടി ഒതുക്കത്തി കിടന്നോളും, ആരും കാണത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും കയറി അടിച്ചേക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഡ്രൈവർ എല്ലാ സാധനം എടുത്തേക്ക് നോക്കണ്ട, കയറി അടിച്ചു. ഇവിടെ ലാഡർ ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ പൊന്ന ഡ്രൈവറെ നോക്കി കണ്ട് അടിച്ചു. ഓക്കെ, പിന്നെ ഇത് ഈ സ്നൈപ്പറൊക്കെ ഓക്കെ, നമ്മൾ നല്ല ഹെഡ് ഷോട്ടാണ് മാക്സിമം കൊടുക്കാൻ നോക്കുക. ഓക്കെ, കവർ എടുത്തടിച്ചോ. ഓക്കെ, ഇവിടേക്ക് അടിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഓക്കെ, നമ്മളല്ലാതെ നൈസായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവാനാണ് ചാൻസ് ഗൈസ്. അത് നോക്കി
ഓക്കെ, ഇവിടെ ഫുൾ ആൾക്കാരുണ്ട്. ട്രവർ വണ്ടി കയറിക്കും. ഇവിടെ ചെറിയൊരു വള്ളി വരാൻ ചാൻസ് ഉണ്ട്. കയറി സമയങ്ങളല്ലേ കറങ്ങി വരാം. അല്ലെങ്കിൽ അമ്മ വണ്ടി എടുത്ത് പോയി കളയും നമ്മളിവിടുന്ന് പോയില്ലെങ്കിൽ. ഇപ്പോൾ അതും കൂടി ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടെങ്കിൽ നമ്മൾ ഡയറക്ഷൻ മാറ്റി അടിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും അവിടെ തപ്പി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വഴി കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ അവിടെ ജസ്റ്റ് കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഒരുത്തനും കൂടി നിൽക്കേണ്ടെന്ന് തോന്നിട്ടോ. എൻ്റെ മോനൊരു പട ഇളകി വരുന്നുണ്ട് ആ സൈഡിൽ നിന്ന്. അപ്പോൾ ഇവിടെ ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ എവിടെ നിന്നൊക്കെയോ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ആൾക്കാർ. എനിക്ക് വേണം അതിൻ്റെ അകത്ത് പുതിയ റീഇൻഫോഴ്സ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നി. ഇവിടെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ബാലൻസ് ഗ്യാങ്ങിൻ്റെ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അതും അത് കഴിഞ്ഞ് എന്തെങ്കിലും അവിടെ എല്ലാവരും ഉണ്ട്. വലിയ സീനൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ടൊക്കെ അടി കൊള്ളണ്ടെങ്കിൽ നമ്മൾ മാക്സിമം തിരിച്ചും കൊടുക്കുന്നുണ്ട് ഗൈസ്, പറ്റുന്ന രീതിയിലൊക്കെ. അത് കഴിഞ്ഞ് എൻ്റെ മോനറി ഒളിച്ചിരിക്കണം എന്തായാലും തീർത്തിട്ടത്. ഇപ്പോൾ ഒരുത്തനും കൂടി കിടക്കുന്നില്ല. അപ്പോൾ അവിടെയും കൂടി ഉണ്ട് ഒരുത്തൻ. അപ്പോൾ അതേ അവിടെ ഒരുത്തനും കൂടി ഉണ്ട്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അതായിരുന്നു തോന്നുന്നു ഗൈസ് ലാസ്റ്റ് വൺ. എവിടെ നിന്നോ ഒരു അടിയും കൂടി കേൾക്കുന്നുണ്ട്. അതായിരുന്നു അങ്ങോട്ട് അടി അടിക്കണേ. ചത്തില്ലേ ഇവനെയൊക്കെ ആദ്യം കൊല്ലണമായിരുന്നു. അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം വണ്ടി ഇവിടെ ഉണ്ടാവും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞ വണ്ടി കേട്ടോ ഗൈസ്. നമ്മുടെ മഹീന്ദ്രയുടെ B6 ആണ് ഈ കിടക്കുന്നത്. മോനെ ഒരു രക്ഷയില്ല. കാണാൻ തന്നെ എന്നാ ലുക്ക. ഒരു രക്ഷയില്ല. പുത്തൻ വണ്ടി കണ്ട ഗൈസ്, മഹീന്ദ്ര B6. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാൻഡ്രിയസ് നമ്പർ പ്ലേറ്റൊക്കെ വെച്ച ഫസ്റ്റ് മഹീന്ദ്ര B6 ആയിരിക്കും. നമുക്ക് എന്തായാലും ഈ വണ്ടിയായിട്ട് പോകാം. ഡ്രൈവർ ഒരു കാര്യം ചെയ്യും, നമ്മുടെ GTR ആയിട്ട് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകും. അവിടെ പാർക്ക് ചെയ്യുക. അപ്പോൾ ഈ വണ്ടി നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഡ്രൈവർ ഇവിടെ ഒന്നോ തൽക്കാലം ഞാൻ ജസ്റ്റ് പോയിട്ട് വരാം. ബിക്കോസ് അവിടെ പുകയൊക്കെ വന്നു തുടങ്ങി. നമുക്ക് എന്തായാലും പോണതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് നശിപ്പിക്കണം. വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈവർ എല്ലായിടത്ത് പോയിക്കോളും, കുഴപ്പമില്ല. അവിടെ ഒരുത്തനും കൂടി ഉണ്ടല്ലോ. ഇനി ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊരു റിസ്ക് ആണ് കേസ്. നമുക്ക് അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ബോംബൊക്കെ ഒന്ന് ഇട്ട് വെച്ചേക്കാം. നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയിലോട്ടൊക്കെ എറിഞ്ഞേക്കാം. ബിക്കോസ് നമുക്ക് ഈ വണ്ടി മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം നശിപ്പിക്കണം. ബിക്കോസ് നമുക്ക് ഈ ഇത് തിരിച്ച് നമുക്ക് പിടിക്കണം ആക്ച്വലി. ബിക്കോസ് ഇത് നമ്മൾ ബെന്നീനെ റിവൈവ് ചെയ്ത് നമ്മൾ ബെന്നിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് കേസ്. ബെന്നി ഇനി ചതിക്കില്ല, ബെന്നിക്ക് ഒരു ചാൻസ് കൊടുക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് എവിടെയും കിടക്കേണ്ട ഒരു വണ്ടി. ട്രവർ വന്നോ ഗൈസ്. അപ്പോൾ ട്രവർ നമ്മുടെ പുറകെ തന്നെയുണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് മാറ്റിയിട്ടേക്കാം. എന്നിട്ട് B6 കൊണ്ട് നമുക്ക് നൈസായിട്ട് നേരെ നമ്മുടെ ഗറാജിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ട്രവർ ഈ വണ്ടിയായിട്ട് അങ്ങോട്ട് വന്നേക്കട്ടോ. ഞാൻ കൂടെ നീക്കിയിട്ടേക്കുവാണ്. ബിക്കോസ് ബോംബ് ബ്ലാസ്റ്റ് നടത്താൻ പോവുകയാണ്. ഇതെങ്ങാനും അവിടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വണ്ടി പോകും. ആ കൂടെ നമുക്ക് സ്വന്തമായിട്ട് ആ വണ്ടി മാത്രമല്ല, നമ്മുടെ ഷോറൂമിലോട്ടുള്ള വണ്ടിയാണ്. ട്രവർ ആ വണ്ടിയായിട്ട് പോവാം. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും ഈ വണ്ടിയായിട്ട് വിടാം ഗൈസ്. നമുക്ക് ജസ്റ്റ് ഈ വണ്ടി നമ്മൾ തിരിച്ചുവിട്ട് ഇടുന്നതിന് മുമ്പ് നല്ല പവറുണ്ട് ഗൈസ്. അപ്പോൾ ഇലക്ട്രിക് ആണെങ്കിൽ നന്നായിട്ട് സ്പീഡൊക്കെ കയറുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ ഇത് 235 സുഖമായിട്ടാണ് വണ്ടി കയറുന്നത്. ഒരു രക്ഷയിലിട്ട വണ്ടി. ഇൻറ്റീരിയറും അടിപൊളിയായിട്ട് കാണിച്ച് നമുക്ക്. ഞാൻ വിളിച്ചതൊക്കെ തുറക്കാൻ പറ്റുന്നത് ഗൈസ്. അപ്പോൾ തുറക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ സാധനം എന്തായാലും സെറ്റാണ്. എനിക്കതിൽ ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരുപാട് പുതിയ വണ്ടികളൊക്കെ നമ്മൾ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അത് മാത്രമല്ല കുറേ എക്സൈറ്റിംഗ് സംഭവങ്ങൾ ഇനി വരാനുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കയറാം. പിന്നെ നമ്മൾ വെബ് ക്യാമും വെക്കാൻ പോവുകയാണ്. നമ്മൾ ഫേസ് ക്യാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചാനലിലോട്ട് അതും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് നമ്മൾ നേരെ നമ്മൾ ഗറാജിൽ കൊണ്ടിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 10K ആണ്. അപ്പോൾ 10K ഉടനെ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഗീവ് അവേ ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ
എല്ലാവർക്കും പീസ്.